നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു 12 രാശിക്കാർക്കും. അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 4-5 മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി, വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, ഗൃഹനിർമ്മാണം. ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഭ്രാത സത്വഞ്ചോ ഭൗമ ക്ഷിതിരഭി. സഹോദരങ്ങൾ, തൻ്റെ സത്വം, തൻ്റെ ധൈര്യം, സാഹസികത, പിന്നീട് ഭൂമി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട്. ഏതാണ് ആ ഗ്രഹം? രാഹുകേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം. ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ്. വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട്. ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട്. എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ 11ാം ഭാവത്തിലാണ് ചൊവ്വയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത്. 11ാം ഭാവത്തിൽ പാദങ്ങളാണ്. വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പെയ്യുകയാണ്. വിഷം പുരട്ടിയ രാഹുവും ചൊവ്വയുമാണ്. അതാണ് വിഷം പുരട്ടിയ ഏറോ, അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത്. എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും 11ാം ഭാവത്തിലാണ്. പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട്. ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം. പക്ഷേ ചൊവ്വ, അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോട് കൂടെയാണ് യോഗം ചെയ്തിരിക്കുന്നത്. ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ. അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാരയോഗം, അഗ്നിമാരുതയോഗം. പലപ്പോഴും വനം കത്തി നശിക്കുക. നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തി നശിക്കും. നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ഇപ്രകാരം നിങ്ങൾക്കറിയാം, എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു. എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു മാസങ്ങളായിരുന്നു അവിടെ. ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു. അതും അഗ്നിമാരുത യോഗമാണ്. ആരോ തീയിട്ട് കഴിഞ്ഞു. കാറ്റും തീയും കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം, സൗരാരയോഗം, ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം. ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം. അരംപ്ലസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ 51 ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള 51 ദിവസക്കാലം 2 അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം. അത് മാത്രമല്ല, ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ്, ഫയറി സൈൻ, ചിങ്ങരാശി. അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും, വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇടിമിന്നലാകാം, തീപിടുത്തമാകാം, അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക. എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം. ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ TV, ഫ്രിഡ്ജ്, ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഈ 2 അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം. മേടം മുതൽ 12 രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം. ഇനി മറ്റൊരു വിഷയം, ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട്. നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട്. കണ്ണിലുണ്ട്, നേത്രാഗ്നിയാണ്. വയറിലുണ്ട്, നാഭി വയറിലുണ്ട്. അതെന്താണ്?
ജഠരാഗ്നിയാണ്. ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട്. അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേടം മുതൽ 12 രാശിക്കാരെയും എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്, 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ലഗ്നാധിപനായ ഗ്രഹം 5ൽ വന്നാൽ ആ ഭാവത്തിന് നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ വൃശ്ചിക രാശിയുടെ ആധിപത്യം, അഷ്ടമാധിപത്യം വഹിച്ചാണ് 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. ലഗ്നാധിപനാകയാൽ നാം ശുഭത്വം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതിനാൽ നല്ല ബുദ്ധിയും, 5ൽ ചൊവ്വ വന്നാൽ മുടിഞ്ഞ ബുദ്ധിയാണ്, മറ്റുള്ളവരെ തകർക്കുന്ന ബുദ്ധിയാണ് 5ൽ ചൊവ്വ വരുമ്പോൾ. അതിനാൽ ഒരു നിറഞ്ഞ ബുദ്ധിയും അപ്രകാരം സന്താന ശ്രേയസ്സുമൊക്കെ പറയണം ശരിക്ക്. പക്ഷെ ഇത് ചൊവ്വയാണ്. എന്ത് വന്നാലും ഗുണമിശ്രങ്ങളായ ഈ കലിയുഗത്ത് നാം ചിന്തിക്കുമ്പോൾ ഗുണത്തെക്കാളും ദോഷങ്ങളെ പറയണം. 5ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എബോർഷൻ നിശ്ചയമായും ഉണ്ടാകും. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, കുജപഞ്ചമേ ജാഠരാഗ്നിർ ബലിയാൻ ന ജാതം ന ജാതം നിഹന്തി ഏകമേവ. 5ൽ ചൊവ്വ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങേയറ്റം ജഠരാഗ്നി ഉണ്ടാകും. ജനിക്കുന്ന ഓരോ സന്താനങ്ങളെയും ആ ചൊവ്വ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. അഷ്ടമാധിപനായ ഗ്രഹമാണ് 5ൽ നിൽക്കുന്നത്. ഒരു ചെറിയ ഇളവ് ലഗ്നാധിപനാണ് എന്ന വിഷയത്തിൽ ഞാൻ നൽകും. പക്ഷെ ഞാൻ 90% ഈ ചൊവ്വ ദോഷം ഉണ്ടാക്കുമെന്ന് പറയും. സന്താന വിഷയത്തിലായാലും തങ്ങൾക്ക് വയറുസന്ധമായ ജഠരാഗ്നി, ഞാൻ പറഞ്ഞു അഗ്നി വയറിലാണ്, അത് ചൊവ്വയും കേതുവും കൂടി വരുമ്പോൾ അഗ്നിരാശിയായ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സിംഹയെ കുക്ഷി അക്ഷിജഹ, ചൊവ്വ ഉണ്ടാക്കുന്ന സിംഹരാശി ചിങ്ങരാശിക്ക് പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്താണ്? കുക്ഷി അക്ഷിജഹ, വയറും കണ്ണുമാണ്. അതിനാൽ ഉദരസംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കും 51 ദിവസക്കാലം മേടൻ രാശിക്കാർ. എപ്പോഴാണ് ഈ 51 ദിവസം അവസാനിക്കുന്നത്? 1200 കർക്കടകം 12, അതായത് 2025 ജൂലൈ മാസം 25-ാം തീയതി വരെയുള്ള 51 ദിവസക്കാലം ശ്രദ്ധിക്കുക. അനാവശ്യമായ വിവാദങ്ങളിലൊക്കെ വന്ന് പലപ്പോഴും തൻ്റെ ബുദ്ധി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ബുദ്ധിയായിരിക്കും. അത് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാകാം, സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാകാം. പക്ഷെ പിന്നീട് റിഗ്രഷൻ, പശ്ചാത്തപിക്കും. അങ്ങനെയൊരു യോഗമുണ്ട് 5ൽ ചൊവ്വ വന്നാൽ. തദാനിം അനൽപാമതി കിൽബിഷേബി, പാപരതി വളരെയധികം കൂടും. എന്നിട്ട് അവസാനം സ്വയം ദുഗ്ധവത് തപ്യതേ അന്തസ്സദൈവ, തിളക്കുന്ന പാലിനെ പോലെ തൻ്റെ മനസ്സ് തപിക്കും. താൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകും. അതിനാൽ തിരിച്ചറിവ് ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അനാവശ്യമായ വിവാദങ്ങളിൽ പോകാതിരിക്കുക. വാശി കളയണം. ചൊവ്വ തൻ്റെ വാശിയാണ്, സത്വമാണ്. അതിനാൽ അതൊക്കെ ബലി കഴിച്ചുകൊണ്ട് ഈ 51 ദിവസക്കാലം ജൂലൈ 25 വരെ എൻ്റെ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർ സമാധാനപരമായി വർത്തിക്കണം. ഇവിടെ കാര്യമായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ചൊവ്വയ്ക്ക് നിങ്ങൾ മന്ത്രസ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനാൽ നന്നായി സുബ്രഹ്മണ്യനെ ഭജിക്കുക. മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം വജദ്ഭുവേ നമഃ. വലത്തെ കൈ ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കൗണ്ട് ചെയ്യാം. ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ. ഒരു 9 തവണ, ക്രമേണ 18 തവണയായി മാറ്റുക. വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സുബ്രഹ്മണ്യനും ചൊവ്വയും രാഹുവും ഒക്കെ നാഗങ്ങളുമായി അഭേദ്യമുള്ള ദേവതകളാണ്. അതിനാൽ നാഗപ്രീതിയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ കോഴിക്കോട് തളിയിൽ ശിവക്ഷേത്രത്തിനടുത്ത് ബാലമുരുക ക്ഷേത്രമുണ്ട്. അവിടെ സുബ്രഹ്മണ്യ പൂജ ചെയ്യാം. അവിടെ തന്നെ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങൾക്ക് ബാംഗ്ലൂരിലായാലും ദില്ലിയിലായാലും ആ ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടും. ബാലമുരുക ടെമ്പിൾ ഇൻ കാലിക്കറ്റ്. ദയവ് ചെയ്ത് അവിടെ വഴിപാടുകൾ ചെയ്താൽ വലിയൊരു പരിധിവരെ മേടം രാശിക്കാർക്ക് ഈ ചൊവ്വയുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ജൂലൈ 25 വരെ എല്ലാ രാശിക്കാരും ശ്രദ്ധിക്കണം.